നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. കോടന്നൂർ ലയൺസ് ക്ലബ് സൗജന്യ നേത്രരോഗ പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മാർക്കറ്റ് നവീകരണത്തിന് മുന്നോടിയായി ഡിസൈൻ പ്രസന്റേഷൻ നടന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ വിങ്ങിനായിരുന്നു ഡിസൈൻ തയ്യാറാക്കുന്ന ചുമതല. കനത്ത മഴയിൽ തൃശൂരിലെ 2 നില കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. നഗരമധ്യത്തിൽ ഹൈറോഡിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. കേരള വിഷന്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡ് വിതരണം ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി തൃശൂർ ഹയാത്ത് റീജൻസിയിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ 1-ാം പതിപ്പിൽ വളരെ ഗംഭീരമായി നമുക്ക് പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഇത്തവണ നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 2-ാം പതിപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തെരഞ്ഞെടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു. മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന 16 അവാർഡുകളും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച 4 പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും മികച്ച നടനായി പ്രബിൻ, സി കേരളം, കുടുംബശ്രീ ശാരദ. ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി, ഏഷ്യാനെറ്റിലെ മൗനരാഗം. മികച്ച സംവിധായകൻ, ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ, ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര, ഫ്ലവേഴ്സ് TV, സ്റ്റാർ മാജിക്. ഈ 4 പേരെയാണ് എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. അവാർഡ് പ്രഖ്യാപനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മികച്ച നടൻ പ്രബിൻ, സീരിയൽ ചെമ്പരത്തി, സി കേരളം. മികച്ച നടി ഐശ്വര്യ റാംസായി, സീരിയൽ മൗനരാഗം, ഏഷ്യാനെറ്റ്. മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ, സീരിയൽ ഗീതാ ഗോവിന്ദം, ഏഷ്യാനെറ്റ്.
മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷ്, സീരിയൽ കളിവീട്, സൂര്യ TV. പ്രതിനായക വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ, സീരിയൽ മണിമുത്ത്, മഴവിൽ മനോരമ. പ്രതിനായക വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു, സീരിയൽ ശ്യാമാംബരം, സി കേരളം. ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല, സീരിയൽ അളിയൻസ്, കൗമുദി TV. ഹാസ്യവേഷത്തിലെ മികച്ച നടി നേഹ ശ്രീകുമാർ, സീരിയൽ മറിമായം, മഴവിൽ മനോരമ. മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ, സീരിയൽ ശ്യാമാംബരം, സി കേരളം. മികച്ച സ്വഭാവ നടി ചിലങ്ക, സീരിയൽ കന്യാദാനം, സൂര്യ TV. മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര, സ്റ്റാർ മാജിക്, ഫ്ലവേഴ്സ്. മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ, സീരിയൽ ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ, സി കേരളം. ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ജിൻഡോ, ബിഗ് ബോസ് വിജയ്, ഏഷ്യാനെറ്റ്. മികച്ച ജനപ്രീതിയുള്ള നടി അമല, സീരിയൽ സ്വയംവരം, മഴവിൽ മനോരമ. അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കലൂർ IMA ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരളവിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരളവിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, യെല്ലോ ക്ലൗഡ് ചെയർമാൻ ശിവപ്രസാദ് M എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരളവിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കൊളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു. കോടന്നൂർ ലയൺസ് ക്ലബ് സൗജന്യ നേത്രരോഗ പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആര്യ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ കോടന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് EA ബൈജു അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് 318D ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ, റീജിയണൽ ചെയർമാൻ MJ തോമസ്, ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി MK ശിവദാസൻ, സോൺ ചെയർമാൻ TS രമേശ്, ഡോക്ടർ അഞ്ജു, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ, ക്ലബ്ബ് ട്രഷറർ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മാർക്കറ്റ് നവീകരണത്തിന് മുന്നോടിയായി ഡിസൈൻ പ്രസന്റേഷൻ നടന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ വിങ്ങിനായിരുന്നു ഡിസൈൻ തയ്യാറാക്കുന്ന ചുമതല. ചേർപ്പ് നഗരൂർ മാർക്കറ്റ് പണിയുക എന്നുള്ളത് വളരെ സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ബഡ്ജറ്റിൽ ഞാൻ MLA എൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ 5 കോടി രൂപ നമുക്കിതൊന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ മാറ്റിവെച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ നയ സമീപനമൊക്കെ വളരെ പിറകിലാണ്. അപ്പോൾ അത് ആവർത്തിച്ച് പണിയുന്ന ആവശ്യമായ ചില നടപടിക്രമങ്ങൾ തുടങ്ങി നമുക്ക് വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പലപ്പോഴും നമ്മൾ പല കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഡിസൈൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി അപ്പോഴും ആലോചിക്കുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഡിസൈനെ സംബന്ധിച്ച് ഒരു ധാരണ നമുക്ക് പറഞ്ഞില്ലേ, സീഡ് ടൈപ്പിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ട് പണിയണം. അത് 3 ഘട്ടമായി പണിയണം എന്നാണ് നമ്മൾ ആലോചിച്ചത്. 3 ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നിലുണ്ട്. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം. സാമ്പത്തികം വന്നെങ്കിലല്ലേ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും പ്രസിഡന്റിൻ്റെയൊക്കെ പറയാണ്ടായി മാർക്കറ്റിൻ്റെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗം അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സെക്രട്ടറി മുംതാസ് അലി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PC പ്രഹ്ലാദൻ, KB പ്രജിത്ത്, പ്രിയലത പ്രസാദ്, വിദ്യ രമേശ്, ധന്യ സുനിൽ, ജയ ടീച്ചർ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, വനജ, സിനി പ്രദീപ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VA ലിസ, അസിസ്റ്റന്റ് എഞ്ചിനീയർ MA ആഷിഫ്, നിമ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ വിംഗ് ചുമതല വഹിക്കുന്ന MTI മുൻ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ ഡിസൈൻ വിശദീകരിച്ചു. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ഡിസ്കഷനാണ്. നമ്മളിതിന് വേണ്ടി പ്രോജക്റ്റിൻ്റെ പ്ലാനും കാര്യങ്ങളും നമ്മൾ മിനിമലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ഫൈനൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ അഭിപ്രായം നോക്കിയതിന് ശേഷം നമുക്ക് പ്രോജക്റ്റ് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാം. നേരത്തെ നമ്മൾ ചെയ്തിരുന്ന പ്രോജക്റ്റിൽ നമ്മളൊരു ശരിക്കും ഒരു മൾട്ടിപ്ലെക്സ് ആയിരുന്നു ചെയ്തത്. നമ്മളവിടെ കൊമേഴ്സ്യൽ ഏരിയ ഉണ്ടായിരുന്നു,
അതേപോലെ മാർക്കറ്റിൻ്റെ സ്പേസ് ഉണ്ടായിരുന്നു, പിന്നെ തിയേറ്റർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളത് വളരെ ചുരുക്കിയിട്ട് നമ്മൾ കൊമേഴ്സിലും മാർക്കറ്റും മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോജക്റ്റിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ, ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി റൺ ചെയ്യുന്നതാണ്, അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറേ വരുമാനമുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളതിനെ ഫേസ് വൈസ് ചെയ്യാൻ നമ്മൾ വിചാരിക്കും. കനത്ത മഴയിൽ തൃശൂരിലെ 2 നില കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. നഗരമധ്യത്തിൽ ഹൈറോഡിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. കാലപ്പഴക്കം മൂലം കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. മഴ കനത്തതോടെ കെട്ടിടത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഓരോ 10 മീറ്ററിലും പോലീസിനെ നിയോഗിച്ച് ഗതാഗതവും കാൽനട യാത്രക്കാരെയും നിയന്ത്രിക്കുകയാണ്. ഹൈറോഡിലെ കടകൾ ഉൾപ്പെടെ ഭീഷണിയെ തുടർന്ന് അടപ്പിച്ചു. വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പലരും ഇതുവരെ അതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇവരെ ദ്രോഹിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതാണ്. അപകടമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. ഇന്നലെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമുക്കറിയാം, അങ്ങേറ്റത്ത് മഞ്ച പണിയുന്ന ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വീണു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ ഇവിടെ ഇരുന്ന ഒരു കടയുടെ പേരെന്താ, കെയർ ബേക്കേഴ്സ്, ആ ബിൽഡിങ്ങിനകത്ത് വീണു. അപ്പോൾ ഞാൻ പറയുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പടുക്കി ACP ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. വളരെ ദോഷമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുകൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മൾ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ എന്ന് എപ്പോൾ വിടും? ജനങ്ങൾക്ക് റോട്ടിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുടങ്ങി. ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോട് കൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം, സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് പറയരുത്. ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല. കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം. ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി പൊളിച്ചു നിൽക്കാനുള്ള സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റൂ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുത്തക ബോട്ടുകളിലെ അനധികൃത മത്സ്യബന്ധനം തടയുക, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ചേറ്റുവ ഹാർബർ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്തിന് സമീപം ഏങ്ങണ്ടിയൂർ ചേറ്റുവ മത്സ്യഭവനിൽ സമാപിച്ചു. പ്രതിഷേധക്കാരെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശെങ്കിൽ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് VC മുരളി വലപ്പാട് അധ്യക്ഷത വഹിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. CA ഗോപപ്രതാപൻ, മുജീബ് പുളിങ്കുന്നത്ത്, KN രാജൻ, US സുനിൽ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി മങ്ങാട്ട് വീട്ടിൽ 64 വയസ്സുള്ള ശാലിനിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ പൊക്കുളങ്ങരയിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതിനിധികളും ചേർന്ന് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷെഫീഖ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി. പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സ്വകാര്യ ഭൂമിയിലെ 10 സെന്റ് സ്ഥലത്താണ് 2 മാസത്തോളം മുൻപ് ചുവപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കൾക്കായി തൈകൾ നടുന്നത്. ഒഴിവ് സമയങ്ങളിൽ പഞ്ചായത്തിലെ ജോലിക്കാരും ജനപ്രതിനിധികളും പറമ്പ് വൃത്തിയാക്കി തൈകൾ നട്ടുനനച്ച് പരിപാലിച്ചു. ചെണ്ടുമല്ലി തൈകൾ നടാനുള്ള തടമെടുക്കലും മണ്ണിട്ടുറപ്പിക്കലും എല്ലാവരും ചേർന്നാണ് നടത്തിയത്. 7500 കിലോ പൂക്കളാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്ത മുതൽ ഇവിടെ നിന്നുള്ള പൂക്കൾ ആവശ്യക്കാർക്ക് നൽകി തുടങ്ങും. പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, കൃഷി ഓഫീസർ സ്വാതി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഹൈബ്രിഡ് ചെണ്ടുമല്ലി കൃഷി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പാടത്തിനു സമീപം ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു.
ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഇതുവഴി സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി. വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണ് കുലച്ചത്. കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി. കയ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗറിലാണ് വാഴപ്പിണ്ടി കുലച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ അലങ്കാരമൊരുക്കാൻ കണിക്കൊന്ന ക്ലബ്ബ് പ്രവർത്തകർ റോഡരികിൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണിത്. ഇന്നലെയാണ് കുലച്ച നിലയിൽ കണ്ടത്. ആഗസ്റ്റ് 15-ന് കൊടിയുർത്താൻ വേണ്ടി ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവച്ച വാഴകളാണ്. ഒരു 4-5 വാഴകൾ നമ്മൾ വെട്ടി കൊണ്ടുവച്ച് അതിൽ വാഴപ്പിണ്ടി, അതിലൊരു വാഴ മാത്രം കൗതുകമായിട്ട് അതിൻ്റെ വെട്ടിക്കളഞ്ഞ മുകളിൽ കൂടെ മുള വന്ന് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പിന്നെ ഒന്നും കൂടെ വിടർന്ന് അതിൽ പച്ചയെങ്കിലും പഴങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾക്കൊരു ഭയങ്കര കൗതുകമായി. ഇപ്പം അത് ഇല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇത്. അത് ക്ലബ്ബ് കണിക്കുന്ന ക്ലബ്ബിൽ ആഗസ്റ്റ് 15-ന് കൊടിയുർത്താൻ വേണ്ടി വെച്ച വാഴപ്പിണ്ടി. ചേർപ്പ് പന്തല്ലൂക്കാരൻ ജോസഫ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫിലോമിനയാണ് ഭാര്യ. അഡ്വക്കേറ്റ് ജോബി ജോസഫ്, പ്രീതി, സ്റ്റിജി, ലിജോ എന്നിവർ മക്കളും ചിഞ്ചു, മാത്യു, ജോയ്, ഡിൻസി എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. കോടന്നൂർ ലയൺസ് ക്ലബ് സൗജന്യ നേത്രരോഗ പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മാർക്കറ്റ് നവീകരണത്തിന് മുന്നോടിയായി ഡിസൈൻ പ്രസന്റേഷൻ നടന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ വിങ്ങിനായിരുന്നു ഡിസൈൻ തയ്യാറാക്കുന്ന ചുമതല. കനത്ത മഴയിൽ തൃശൂരിലെ 2 നില കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. നഗരമധ്യത്തിൽ ഹൈറോഡിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.